ഇന്ന് തിരുവോണമാണ്. സദ്യ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായി നമ്മളെ കസിനെ വിളിക്കാനായി കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫോട്ടോസ് എടുക്കാനായി അവനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വി പാർക്കിലേക്ക് പോകാമെന്നാണ് കരുതിയത്. എന്നാൽ നമ്മളെ മഴ ചതിച്ചു. ഓണമായിട്ട് പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേ. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ മഴ എത്തിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടിയൊക്കെ മാറ്റി നിർത്തി ഒതുക്കി നിർത്തി ഇരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറ്റിയില്ലല്ലോ. താങ്കൾക്ക് പറയാനുള്ളത്? അപ്പം നമ്മളിനിയിപ്പം മഴയൊക്കെ തോന്നിട്ട് എവിടെയെങ്കിലും പോയി ഇച്ചിരി ഫോട്ടോസൊക്കെ എടുക്കണം. കോസ്റ്റ്യൂമൊക്കെ കണ്ടില്ലേ, നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം നേരെ അസാഡോയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതിയാണ് പോയത്. അതുമാത്രമല്ല അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള നല്ല ലൊക്കേഷൻസും ഉണ്ട്. നമ്മൾ മഴ തോന്നിട്ട് എടുക്കാമെന്ന് കരുതിയാണ് നിന്നത്. പക്ഷേ അവിടെ നിന്നപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നനഞ്ഞ് നടന്ന് താഴത്തെ കഫേയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് അസാഡോയിലേക്ക് പോവുകയാണ്. എന്തായാലും ഫോട്ടോ എടുപ്പ് നടന്നില്ല. ഇവിടെ പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയും. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ വീണ്ടും പണി കിട്ടും. മഴ നനഞ്ഞൊക്കെ വെറുതെ ആവും. ആ മുണ്ടും കൈ പിടിച്ചിരിക്കുകയാണ്. നനഞ്ഞു അഴുക്കായി. വീട്ടുകാർ കയറ്റുമെന്ന് അറിയത്തില്ല വീട്ടിൽ. അപ്പം നമ്മളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാനായി തൂഫ് കഫേയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു 2 മൊജീറ്റോയും ഒരു ലോഡർ ഫ്രൈസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊജീറ്റോ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ലോഡർ ഫ്രൈസ് 15 മിനിറ്റിനുള്ളിൽ തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലോഡർ ഫ്രൈസാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് ആ മൊജീറ്റോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു ആവറേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആംബിയൻസൊക്കെ കണ്ട് പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഞങ്ങൾ ആ ഒരു ലോഡർ ഫ്രൈസ് തീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തതായി നമ്മൾ ട്രൈ ചെയ്തത് ഡബിൾ പാറ്റി ബർഗേഴ്സ് ആയിരുന്നു. അതിൻ്റെ ചീസ് അത്രയ്ക്ക് മെൽറ്റ് ആയിട്ടില്ലായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസൊക്കെ ഒഴിച്ച് നല്ലൊരു ബൈറ്റ് എടുത്ത് അതും നമ്മൾ തീർത്തു. ഇത് നമ്മൾ കഴിച്ചതിന് 1080 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.